അപ്പം നമ്മൾ ലെറ്റ്സ് പ്ലേ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വലുതായിട്ട് പരിപാടിയൊന്നുമില്ല. ആദ്യം ഷീപ്പിൻ്റെ ഹോളൊന്ന് നീക്കെടുത്തേക്കട്ടെ. നമ്മളത് കുറേ ആവശ്യമില്ലാത്ത സാധനമുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം ഗൈസ്. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഇതൊക്കെ വേറെ ഇതിൽ വെക്കാം, ഇതും വേറെ ഇതിൽ വെക്കാം. മരത്തിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് വേറെ ഇതിൽ വെക്കാം ഗൈസ്. ഈ അറ്റത്തേൽ ഇതും പിന്നെ ഇവിടെ ഇതും ഇരിക്കട്ടെ. പിന്നെ ഇവിടെ നമ്മൾ ഇത് ഇരിക്കട്ടെ. ഇതിൻ്റെ കേസ് നമ്മൾ സ്മാർട്ട് ടോർച്ച് കയ്യിലോട്ട് വെക്കട്ടെ. കേസ് ഇനി നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല കേസ്. നമ്മളെ വീട് നമ്മളെന്തായാലും സെറ്റാക്കിയിട്ടുണ്ടോ, ഗ്ലാസ്സൊക്കെ വെച്ച് ഫുള്ള് നമ്മളെ വീട് എന്തായാലും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല കേസ്, നമ്മളിവിടെ ഒരു ഷിയറിൻ്റെ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് കേസ്. നമുക്ക് വൂള് അൺലിമിറ്റഡാണ്, ഇഷ്ടം പോലെ കിട്ടും. ഈ രണ്ടെണ്ണം കൂടി ഒന്ന് അവിടെ വെച്ചിട്ട് വരട്ടെ. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമുക്കിതെന്തായാലും മേലേക്കൊന്ന് വെക്കട്ടെ. ഓക്കെ, ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല. നമ്മൾ ഇന്ന് അയൺ കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. അവിടെ ഒരു കേവ് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ അയൺ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വേണം. അത് ഫസ്റ്റ് നമ്മളെ മരം, ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെടുത്തുണ്ട്. അതിൻ്റെ കേവിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നാൽ മരവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മരവും ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടേക്കൊന്ന് കുറച്ചധികം മരം കണ്ടു വിട്ടേ. ഇവിടെയുണ്ടോ, ഇത് വെട്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളിപ്പോൾ വെട്ടി ഇതിലിരിക്കട്ടെ. ഇവിടുത്തെ ഇതും കൂടി വെട്ടിയിട്ട് നമുക്ക് പോകട്ടോ. ഓക്കെ, നമുക്ക് മരമൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മളെ സ്ഥലത്തോട്ട് വിട്ടാം. നിങ്ങളുടെ അടുത്ത് ബെഡുണ്ടോ? വെയിറ്റ് കേസ്, നമ്മളുടെ അടുത്ത് ബെഡില്ല. ബെഡ് എടുത്തിട്ട് വരാം. നമ്മളെ കയ്യിൽ എപ്പോഴും ഒരു ബെഡ് വെക്കണം കേസ്. ഇത് കയറാൻ പറ്റാത്ത ഓക്കെ. നമ്മളടുത്ത് പുതിയ ബെഡ് ഉണ്ടാക്കേണ്ടി വരും. നമ്മളടുത്ത് കുറേ വൂളുണ്ട്. നമുക്ക് എവിടെ വൂളിൻ്റെത്? അവിടെ ഒരു 3 എണ്ണം ഇങ്ങോട്ടേക്ക് വാ. ഒരു 3 എണ്ണം. ഇവിടെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടില്ലല്ലേ. നമ്മൾ കുറച്ച് പ്ലാങ് ഉണ്ടാക്കട്ടെ. ഇത് മതി. ഇനി ഇവിടെ ഓക്കെ, ബെഡും ഉണ്ടാക്കി കേസ്. ഇനി നമുക്ക് നേരെ സ്ഥലം വിടാം. MLG ചെയ്യാൻ നോക്കിയാലോ, അല്ലെങ്കിൽ വേണ്ട, ചാവാൻ വയ്യ. ഇവിടെ ഇന്നലെ ആ കേവ് ഉണ്ടായിരുന്നത്. എവിടെ? കിട്ടി. നമ്മൾ ഇവിടത്തെ കേവിലാണ് പോയിട്ട് നമുക്ക് ഷീൽഡൊക്കെ കിട്ടിയത്. ഇനി അവിടെ ഒരു കേവും കൂടി ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് പോലും നോക്കിയില്ല. അത് ഇതിനും കാട്ടി നല്ല വലിയ കേവാണ് കേട്ടോ അത്. ഇവിടെ നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് വേൾഡിൽ നമ്മൾ ക്രിയേറ്റീവ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ 8 ഡയമണ്ട് ആയിട്ട് ഇതിൻ്റെ അടിയിലുണ്ട്. നമ്മൾ ക്രിയേറ്റീവ് ആക്കിയിട്ട് അതാണോ ഒരു ഡയമണ്ട്. അതാണ്ടോ അവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. പിന്നെ റെഡ് സ്റ്റോൺ ഒക്കെ ഉണ്ട്. നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് വേൾഡിൽ നമ്മൾ ക്രിയേറ്റീവ് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് പോകാനൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതാ ഡയമണ്ട് കണ്ടുപിടിക്കാൻ എനിക്ക് അയൺ പിക്കാക്സ് വേണം. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് കുഴിക്കണം. ഇവിടെ നമ്മൾ ഓക്കെ, ഇതും കൂടി നോക്കിയിട്ട് ഇനി ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ താഴോട്ട് പോയിട്ടില്ല. താഴെ അതാ ഗൈസ് ഡയമണ്ട്.
എവിടെയും ഒരു അയണ് ഉണ്ടോന്ന് അറിയത്തില്ല. അടുത്ത് ഡേട്ട് ഉണ്ടല്ലോ അല്ലേ. ഡേട്ട് വെച്ച് താഴോട്ട് ഇറങ്ങിയൊക്കെ റെഡ് സ്റ്റോൺ ഉണ്ട് അവിടെ. അയേണുണ്ടോന്ന് അറിയില്ല. അയേണ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വെയിറ്റ് ആക്കിട്ട് മെല്ലെ നമുക്ക് എവിടെയെങ്കിലും ഒരു 3 അയൺ കിട്ടി. നമുക്ക് എങ്ങനെയും താഴേക്ക് പറ്റി ടൈം കൊണ്ട് മൈൻഡ് ചെയ്ത് തെറ്റ് വരെയും അത് സാധാ അവിടെ അയണാണ് കിട്ടി. അയൺ കിട്ടി. നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് പോയിക്കോട്ടോ. അവിടെ മാത്രമല്ല ഡയമണ്ട്, ഇവിടെ ഇതിൻ്റെ മേലായിട്ട് ഇവിടെ ആയിട്ടായിട്ട് ഒരു ഡയമണ്ട് കൂടി ഉണ്ട്. നമ്മൾ ക്രിയേറ്റീവ് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു വേൾഡിൽ. ഇതിൻ്റെ കോപ്പി വേൾഡിൽ നമ്മൾ ക്രിയേറ്റീവ് ആക്കി താഴെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അവിടെയല്ലേ ക്രീപ്പറൊക്കെ ഉണ്ടല്ലോ. എന്താ ചെയ്യുക? ഇവിടെ എവിടെയും വേറെ അയ്യൻ നിങ്ങളടുത്ത് ടോർച്ചുണ്ടോ? 20 എണ്ണം കയ്യിൽ തന്നെ ഉണ്ട്. ഒരു സോംബി നമ്മളെ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളെങ്ങനെ താഴേക്കിറങ്ങാം? ചാടി പണി കിട്ടുമല്ലോ ഗൈസ്. വെള്ളം ഒഴിച്ചിട്ട് പോകേണ്ടി വരും. സോംബിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നത്. പോണോ? താഴേക്ക് ഇറങ്ങണോ? ഓ ജസ്റ്റ് മിസ്സേജ് വീയല്ലേ. വീണ ഫുള്ള് പോയി. വെയിറ്റ് ആക്കാം. ഇപ്പം എങ്ങനെ താഴേക്ക് ഇറങ്ങുക? വെയിറ്റ് ആക്കട്ടോ. ഇവിടുന്ന് എന്താ സെറ്റാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വെച്ച് പോകാല്ലേ. ഇതിപ്പോൾ ഇതിനാണ് വെച്ചാൽ ഓക്കെ. ഇവിടെ ഇല്ലല്ലോ വെക്കണ്ടേ. ഇവിടെ പേടിയാവുണ്ട്. ഇപ്പോൾ അവിടെ സോംബീസും സ്പൈഡറും ഒക്കെ ഉണ്ടല്ലോ. ശവലൊക്കെ പിടിച്ച് നിൽക്കണേ സോംബി. ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഒന്ന് കൊല്ലുന്നു. 3 എണ്ണമൊക്കെ ഉണ്ട്. നമ്മൾ ആക്സിൻ്റെ പണി തീരാനേക്കുന്നത്. വെയിറ്റ് ആക്കുക. പിടിച്ചിട്ട് ഇവിടെ നമുക്കൊരു ടോർച്ച് വെക്കാം. നമ്മൾ ഷീൽഡ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ 2 ക്രാഫ്റ്റ് ഉണ്ട് നമ്മളെടുത്ത്. വെയിറ്റ് ആക്കട്ടോ. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പ്ലാങ്ക് ആക്കുക. എന്നിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ആക്സും ഒരു സോഡും ഇതുണ്ടാക്കിയിട്ട് കൈ പിടിച്ച ഗൈസ്. ഇല്ലെങ്കിൽ പണി കിട്ടും. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പോകുമ്പോൾ പൊട്ടിച്ചെടുക്കാം. അമ്മമാരെ കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. പടി കൊണ്ട് ചത്തനേന്. ചാവട. അടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒന്ന് ഡൗൺ. പടായി അമ്മമാരെന്നെ എടുത്തിന് തീർക്കണം. ഒന്ന് ചാവടാ. ഓക്കെ 2 3 ചാവ്. എന്താ ചാവാത്ത? എന്നിട്ട് കയറി വാടാ. കയറി വാ. ഇവരെന്താ തീരാത്ത? ഓക്കെ, അവനും തീർന്ന്. ഇനി നമുക്ക് ടോർച്ച് പൊട്ടിച്ചിട്ട് അത് താഴെ പോയി. സ്കെൽട്ടനൊക്കെ ഉണ്ട് താഴെ. ഇവിടെ
ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് മിസ് കിട്ടോ. ഇപ്പം ചത്തേനെ. പണിയാവോ? നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കട്ടോ ഗൈസ്. നമ്മൾ ഒന്ന് ക്രീപ്പർ പൊട്ടി നമ്മൾ തെറിച്ച് താഴെ വിട്ടിട്ടുണ്ട്. നമ്മൾ അപ്പം തന്നെ ബാക്ക് അടിച്ചിട്ടോ, സേവ് കിറ്റ് അടിച്ചിട്ടുണ്ട്. എൻ്റെ തൊട്ടടുത്തൊരു സോംബിയൊക്കെ ഉണ്ട് കേട്ടോ. തീരല്ലേ? ആ തീർന്ന്. തീർന്നു. ഹോ എൻ്റെ പൊന്നളിയ, കുക്കൊന്നും ചെയ്യണ്ടപ്പോൾ അല്ലാതെ തിന്നിട്ട് ചത്തേനെ. എൻ്റെ പൊന്നോ, എവിടെ അയ്യണ? അവിടെയാണ്. അവിടുത്തെ ഡേറ്റൊക്കെ തീർന്നു. ഇനി നമ്മളടുത്ത് 3 ഉള്ളൂ. നമ്മൾ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി ഇറങ്ങിയതാണ്. അവിടുന്ന് ഒരു ക്രീപ്പർ കണ്ട് കൂട്ടി. തിരിച്ചു പോവാനാണ് നല്ലത്. ഇനി എന്തായാലും ബാക്കി നമ്മൾ അടുത്ത പാർട്ട് കാണിക്കാം. അതുവരേക്കും ബൈ ബൈ.